നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KAS നോട്ടിഫിക്കേഷൻ ഇന്നതാ ഇപ്പോൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഗസറ്റ് തീയതി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത തീയതി എന്ന് പറഞ്ഞിട്ട് 7/3/2025 ആണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന KAS നോട്ടിഫിക്കേഷൻ അവസാനം അല്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 9/4/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഇത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലുകൾ ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോ എന്താണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു കാറ്റഗറി നമ്പർ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് കണ്ടല്ലോ 01/2025, 02/2025 മുതൽ 03/2025 ആണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അതിപ്പോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷന്റെ ഒരു PDF ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം എടുത്ത ശേഷം അതിന്റെ KFPSC നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ നമ്മുടെ ഈ പറയുന്ന വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുള്ള ലിങ്ക് വഴിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. വകുപ്പിന്റെ പേര് വരുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ്. അപ്പോ നമ്മുടെ KAS ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ് വരുന്നത്. ശമ്പളം കണ്ടല്ലോ 77,000 മുതൽ ഏകദേശം 1.25 ലക്ഷം അല്ലെ, 1.25 ലക്ഷത്തിന് മുകളിൽ 1,40,000 രൂപ വരെയൊക്കെ വരുന്ന പേ സ്കെയിലുള്ള കേരള PSC നടത്തുന്ന ഏറ്റവും വലിയൊരു പോസ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇതിന്റെ ഒഴിവുകളുടെ എണ്ണം ഇവിടെ കാണാനായിട്ട് 31 ഒഴിവുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിയമന രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നേരിട്ടുള്ള നിയമനം തന്നെയാണ്. 3 സ്ട്രീമുകളായിട്ടാണ്, സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്ന് പറഞ്ഞിട്ടാണ് പരീക്ഷ നടത്തുന്നത്. സ്ട്രീം 1 എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള നിയമനം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന എക്സാം വഴിയുള്ള നിയമനമാണ്. സ്ട്രീം 2 എന്ന് പറഞ്ഞാൽ പ്രൊബേഷൻ ആണ്. എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, അത് നമ്മുടെ ഈ ജോലിയിൽ ഇരുന്നിട്ട് സീനിയോറിറ്റി വഴി കയറുന്നില്ലേ, അതാണ് സ്ട്രീം 2വിനകത്ത് വരുന്നത്. സ്ട്രീം 3 എന്ന് പറഞ്ഞാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വിശേഷാൽ ചട്ടം പ്രകാരം സർക്കാർ വകുപ്പുകളിൽ 1ാം ഗസറ്റ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് ഓരോ മുകളിലുള്ള ഉദ്യോഗം വഹിക്കുന്നവരോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ വഴിയുള്ള പരിപാടി തന്നെയാണ്. ഇത് സ്ട്രീം 1 ആണ്, നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് സ്ട്രീം 1 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ എക്സാമിനേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 3 തരത്തിലുള്ള എന്ന് വെച്ചാൽ 3 തരത്തിലുള്ള പരീക്ഷാ രീതികളാണ് ഇതിനകത്തുള്ളത്. പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും. പ്രിലിംസ് വന്നിട്ട് 2 പേപ്പറായിട്ടാണ്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഓരോ പേപ്പറും 100 മാർക്ക് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മെയിൻസ് വന്നിട്ട് 3 പേപ്പറാണ്. ഓരോ പേപ്പറും 100 മാർക്കിന് വെച്ചിട്ട് 300 മാർക്കിനാണ് പ്രിലിംസ് പരീക്ഷ ഉണ്ടാവുന്നത്. മെയിൻസ് വഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാമിനേഷന്റെ സെലക്ഷൻ പാറ്റേൺ എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് പ്രിലിമിനറി എക്സാമിനേഷന്റെ രീതിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട് കേട്ടോ. പേപ്പർ 1ഉം പേപ്പർ 2ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പേപ്പർ 1നകത്ത് MCQ ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ സ്റ്റഡീസ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിനാണ്. 1.5 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷന്റെ ഡേറ്റ് വരുന്നത് ജൂൺ 2025 ജൂൺ 14-നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിലിമിനറി പരീക്ഷ അതിന്റെ ഡേറ്റ് വരുന്നത് ജൂൺ 14 തന്നെയാണ്. സെയിം ഇത് തന്നെയാണ്, അതും 1.5 മണിക്കൂർ തന്നെയാണ്. അപ്പൊ 3 മണിക്കൂറിന്റെ പരീക്ഷയാണ് വരുന്നത്. രണ്ടും 100 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ 200 മാർക്കിനാണ് പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രിലിംസ് പരീക്ഷ ഉണ്ടാവുന്നത്. മെയിൻസ് എക്സാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും 3 പേപ്പറാണ്, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3. അതിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഏതാണ് ബുക്ക്ലെറ്റ് മോഡലാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മളിങ്ങനെ ആൻസർ എഴുതണം നമ്മൾ. അപ്പോൾ നമ്മുടെ OMR രീതി അല്ല. അതിൽ ഓരോ പേപ്പറും 200 മാർക്ക്, ഓരോ പേപ്പറും 100 മാർക്കിനാണ്. 2 മണിക്കൂറാണ് ഓരോ പേപ്പറിന് നമുക്കുള്ള ടൈം എന്ന് പറയുന്നത്. കണ്ടല്ലോ, പേപ്പർ 1 100 മാർക്കിനാണ്, 2 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും. അതിന്റെ എക്സാമിനേഷൻ ഒക്ടോബർ 17-ാം തീയതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മെയിൻസ് അത് പേപ്പർ 2വിന്റെ എക്സാമിനേഷനും 100 മാർക്കിനാണ്. അതിന്റെ സമയവും 2 മണിക്കൂർ തന്നെയാണ്, ഒക്ടോബർ 17 തന്നെയാണ്. മൂന്നാമത്തെ പേപ്പർ അതേപോലെ തന്നെയാണ്, 100 മാർക്കിനാണ്, 2 മണിക്കൂറാണ് പരീക്ഷ.
ഒക്ടോബർ 18-നാണ് മൂന്നാമത്തെ പേപ്പർ കാണിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ പേപ്പർ ഒക്ടോബർ 18-നാണ്. 2 പേപ്പർ ഒരു ദിവസവും മൂന്നാമത്തെ പേപ്പർ അടുത്ത ദിവസം, ആ ഒരു രീതിയിലാണ് എക്സാമിനേഷൻ വരുന്നത്. അതിനുശേഷം വരുന്ന ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിന്റെ മാർക്ക് വരുന്ന 45 മാർക്കിലാണ് ഇന്റർവ്യൂ വരുന്നത്. അത് വന്നിട്ട് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2026 ഇന്റർവ്യൂ ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷന്റെ സിലബസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ കറക്റ്റ് സിലബസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം അതിനകത്ത് ഇവിടെ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൊടുത്തിട്ടുണ്ട്. പേപ്പർ 1 1.5 മണിക്കൂറാണ്, 100 മാർക്കിനാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് 1.5 മണിക്കൂറിനാണ്, 100 മാർക്കിനാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കണ്ടല്ലോ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്. ഈ മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ആർട്ട്, കൾച്ചർ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, മേജർ ഡൈനാസ്റ്റീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മോഡേൺ സിസ്റ്റത്തിനകത്ത് വരുന്നത് നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഇൻഡിപെൻഡൻസ് നമ്മൾ സാധാരണ PSC പഠിക്കും പോലെയാണ്. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള പഠിക്കാനുണ്ട്. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പഠിക്കണം. മെന്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്സ് പഠിക്കണം. ജോഗ്രഫി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അടുത്ത പേപ്പർ 2, ഇത്രയാണ് പേപ്പർ 1-നകത്ത് വരുന്നത്. പേപ്പർ 2-നകത്ത് വരുമ്പോഴത്തേക്കും എക്കണോമിക്സ് ആൻഡ് പ്ലാനിങ്, ജനറൽ സ്റ്റഡീസിൽ ആദ്യം വരുന്ന എക്കണോമിക്സ് ആൻഡ് പ്ലാനിങ് ആണ്. അതിനുശേഷം നമ്മുടെ ICT, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് ഇവന്റ്സ്, ഇംഗ്ലീഷ്, മലയാളം, അത്രയും വരുന്നതാണ് പേപ്പർ 2 എന്ന് പറയും. പിന്നെ നമ്മുടെ മെയിൻസ് എക്സാമിനേഷന്റെ കാര്യം വരുമ്പോഴത്തേക്കും മെയിൻസ് എക്സാമിനേഷന്റെ കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പേപ്പറാണ്. ഓരോ പേപ്പർ 2 മണിക്കൂർ വെച്ചിട്ടാണ്. 100 മാർക്കിനുള്ള 2 മണിക്കൂർ വരെ വീതം വരുന്ന പേപ്പറാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 300 മാർക്കിനാണ് മെയിൻസ് പരീക്ഷ ഉണ്ടാവുന്നത്. അതിനകത്ത് തന്നെ ഈ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം നമ്മൾ സാധാരണ ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെ ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം ഡീറ്റെയിൽ ആക്കി എഴുതേണ്ട പരീക്ഷയാണ് അല്ലേ. അപ്പൊ അതിനകത്ത് വരുന്ന സിലബസ് എന്ന് പറയുന്ന ആൻഷ്യന്റ് മിഡീവൽ പീരീഡ്, ഇന്ത്യയുടെ തന്നെ ആൻഷ്യന്റ് മിഡീവൽ പീരീഡ്, പിന്നെ മോഡേൺ ഇന്ത്യ, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ജനറൽ സ്റ്റഡീസ് ആയിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഫോമാണ് നമുക്കിവിടെ എഴുതാനായിട്ട് വരുന്നത്. കണ്ടല്ലോ, എക്കണോമിക് പ്ലാനിങ്, അതുപോലെ തന്നെ ജോഗ്രഫി, പിന്നെ കറണ്ട് ഈവൻസ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നടക്കുന്നത്. മെയിൻസ് എക്സാമിന് ശേഷം നമ്മുടെ സാധാരണ പരീക്ഷ പോലെ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂവിനും കഴിഞ്ഞ ശേഷം ഇന്റർവ്യൂവിനും ശേഷം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ വകുപ്പ് തല പരീക്ഷ ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന എക്സാമിനേഷന്റെ ഈ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കണ്ടല്ലോ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നല്ല പേയ്മെന്റ് വരുന്ന ഒരു ജോലിയാണ്. നമ്മുടെ കേരള PSCയിൽ ഇത്രയും പേയ്മെന്റ് വരുന്ന ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ജോലി നമുക്ക് എന്തായാലും നിലവിൽ കാണാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശമ്പളം കണ്ടാൽ തന്നെ നമുക്ക് കണ്ണുകളിൽ പോകുന്ന ശമ്പളമാണ്. 77,000 മുതൽ ഏകദേശം 1.5 ലക്ഷം നമ്മുടെ ഈ പറയുന്ന TA എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഈ പറയുന്ന KAS. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ PDF ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് KFPSC എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാനായിട്ട് കഴിയും. അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.